ഹായ് ഫ്രണ്ട്സ്, മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള ചില കോംപ്ലക്സ് ക്വസ്റ്റ്യനുകളും അതിനുള്ള ഈസി ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടുതൽ ലൈവ് ക്ലാസ്സുകൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9446487743 or 9497645358. 1, 2, 5, 16, 65. 1, 2, 5, 16, 65 എക്സെട്ര എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഇവിടെ അടുത്ത പദം 326 ആണ്. ഉത്തരം കിട്ടിയത് എങ്ങനെയാണ്? 1 into 1 plus 1, 2. 2 into 2 plus 1, 5. 5 into 3 plus 1. 5 into 3 plus 1, 16. അടുത്തത് 16 into 4 plus 1, 65. So next 65 into 5 plus 1 equal to 326. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 300 മൈനസ് 5 മൈനസ് 0.2 ബൈ 0.16. ഇവിടെ ഉത്തരം കിട്ടുന്നതിന് ആദ്യം ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ബ്രാക്കറ്റിനുള്ളിലെ കണക്കാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 5 മൈനസ് 0.2 സമം 4.8 ബൈ 0.16. ദശാംശം കളയണം. അതുകൊണ്ട് മുകളിൽ ഒരു ദശാംശ സ്ഥാനം, താഴെ 2 ദശാംശ സ്ഥാനം. അതുകൊണ്ട് തന്നെ 100 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കണം. മുകളിൽ ഒരു 0 എടുത്ത് ദശാംശം പോയി, ബാക്കി ഒരു 0 ചേർത്തപ്പം 480 ആയി. താഴത്തെ 2 0 കൊണ്ട് ദശാംശം 2 ദശാംശ സ്ഥാനങ്ങളും പോയി. ഇനി 480നെ 16 കൊണ്ട് ഹരിക്കാം. 16 3 48, 30. അപ്പൊ ബ്രാക്കറ്റിനുള്ളിലെ ഉത്തരം 30 എന്ന് കിട്ടി. അപ്പൊ 300 മൈനസ് 30, 270 ആണ് ആൻസർ. ഓപ്ഷൻ ബി 270 ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ബ്രാക്കറ്റിനുള്ളിലെ കണക്കാണ് ആദ്യം ചെയ്യേണ്ടത്. 5 മൈനസ് 0.2, 0.2, 4.8. ഇനി 4.8 ബൈ 0.16 ദശാംശം കളയണം. അതിനായി 2 പൂജ്യമുള്ള 100 എന്ന സംഖ്യ കൊണ്ട് മുകളിലും താഴത്തും ഗുണിക്കണം. അപ്പോൾ മുകളിൽ ഒരു 0 എടുത്ത് പോയിന്റ് പോയി, ഒരു 0 ചേർത്ത് ഇട്ട് 480. താഴെ 2 0 കൊണ്ട് പോയിന്റ് പോയി 16, 30 ആണ് ഉത്തരം. 300 മൈനസ് 30, 270. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A is to B 2:3, B is to C 4:5 എങ്കിൽ C is to A എത്ര എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കിതിനെ A, B, C, A is to B is to C എന്ന രൂപത്തിൽ എഴുതാം. അപ്പോൾ A is to B 2:3. ഇനി B is to C ഈ പറയുന്ന ക്രമത്തിൽ എഴുതണം, 4:5. ഇനി A is to B is to C നമുക്ക് ആദ്യം കാണാം. അതിനായി 2 into 4, 3 into 4, പിന്നെ 3 into 5 എന്ന രൂപത്തിൽ എഴുതുമ്പോൾ A is to B is to C സമം 8 is to 4 3 12 is to 3 into 5 15, 8 is to 12 is to 15 എന്ന് കിട്ടുന്നു. നമുക്കിവിടെ വേണ്ടത് C is to A ആണ്. അപ്പോൾ C is to A സമം 15 is to 8.
ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു പ്രത്യേക രീതിയിൽ തന്നെ എഴുതിയാൽ ഈ കണക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. A:B:C എഴുതുക. A:B 2:3, B:C അതിന് താഴെയായിട്ട് എഴുതുക. ഇനി A:B:C കാണാൻ ഈ പറയുന്ന ക്രമത്തിൽ 2 × 4, 4 × 3, 3 × 5. അപ്പോൾ 8:12:15. ഇനി കാണേണ്ടത് C:A ആണ്. അതുകൊണ്ട് തന്നെ C ആദ്യം എഴുതണം. 8:15:8. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ഒരു സംഖ്യ പൂർണ്ണവർഗമായി വരണമെങ്കിൽ 10 അതിൻ്റെ കൃത്യംഗം, അതായത് പവർ, ഇരട്ട സംഖ്യയായിട്ട് വരണം. എ ഓപ്ഷനിൽ 10ന്റെ പവർ 3 ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് അത് പൂർണ്ണവർഗമാവില്ല. ഡി ഓപ്ഷനിൽ 10ന്റെ വർഗം, 10ന്റെ പവർ ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് അതും പൂർണ്ണവർഗമാവില്ല. ബി ഓപ്ഷനിൽ ദശാംശ സംഖ്യകൾ പൂർണ്ണവർഗമാകണമെങ്കിൽ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യകളായിട്ട് വരണം. 0.016 ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യകളാണ്, അതുകൊണ്ട് അത് പൂർണ്ണവർഗമാവില്ല. സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. സി ഓപ്ഷനെ നമുക്ക് 3 സ്ക്വയർ, 10 സ്ക്വയർ, 1 സ്ക്വയർ എന്നൊക്കെ എഴുതാം. ഇവിടെ എല്ലാ സംഖ്യകളുടെയും പവേഴ്സ് ഇരട്ട സംഖ്യകളാണ്, അതുകൊണ്ട് സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. 15 സെന്റിമീറ്റർ നീളമുള്ള വര എ ബിയുടെ 2/3 ഭാഗം ആകുന്ന വിധത്തിൽ സി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സി അടയാളപ്പെടുത്താം. 15 സെന്റിമീറ്റർ നീളമുള്ള വരയാണ് എ ബി. അതിൻ്റെ 2/3 ഭാഗം ആകുന്ന വിധത്തിലാണ് സി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. എ സിയുടെ 1/2 ഭാഗം ആകുന്ന വിധത്തിലാണ് ഡി അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എ ബിയുടെ എത്ര ഭാഗമാണ് എ ഡി എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എ ഡി എന്നത് എ ബിയുടെ 2/3ന്റെ 1/2 ഭാഗമാണ്. എ ബി 15 സെന്റിമീറ്റർ ആണ്. എ ബിയുടെ 1/3 ഭാഗമാണ് എ ഡി. എ ബിയുടെ 1/3 ഭാഗമാണ് എ ഡി. അപ്പോൾ ബി ഓപ്ഷൻ 1/3 എന്നതാണ് ഉത്തരം. 15 സെന്റിമീറ്റർ നീളമുള്ള വരയാണ് എ ബി. അതിൻ്റെ 2/3 ഭാഗമാണ് എ സി. അതിൻ്റെ 1/2 ഭാഗമാണ് എ സി. ആയതുകൊണ്ട് എ ഡി എന്നത് എ ബിയുടെ 2/3ന്റെ 1/2 ഭാഗമാണ്. അപ്പോൾ എ ഡി സമം എ ബിയുടെ, അതായത് എ ബി ഇൻറ്റു 2/3 ഇൻറ്റു 1/2. അപ്പോൾ എ സി എങ്ങനെയാണ് ആദ്യം കണ്ടത് നോക്കുക. 15 ഇൻറ്റു 2/3, 3 കൊണ്ട് വെട്ടി കഴിഞ്ഞ് 15 ഇൻറ്റു 2 10 ആ 10ന്റെ പകുതിയാണ് എ ഡി. അപ്പോൾ എ ഡി എന്ന് പറയുന്നത് 10/2 5. അത് എത്ര ഭാഗമാണ്? 15ന്റെ 5/15, അതായത് 1/3. നമുക്കിവിടെ പെട്ടെന്ന് കണക്കാക്കാൻ എ ബി ഇൻറ്റു 2/3 ഇൻറ്റു 1/2. അപ്പോൾ എ ഡി 2 വെട്ടിക്കളഞ്ഞപ്പോൾ എ ബിയുടെ 1/3 ഭാഗമാണ് എ ഡി എന്ന് പെട്ടെന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/2 പ്ലസ് 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബിൻ്റെ ദശാംശ രൂപം എഴുതുക എന്നതാണ്.
1/2 നമുക്കറിയാം 0.5 ആണ്. 1/2 സ്ക്വയർ അതായത് 1/4 0.25 ആണ്. അടുത്ത് 1/2 ക്യൂബ് = 1/8 0.125 ആണ്. ഇവയുടെ തുക 0.5 പ്ലസ് 0.25 പ്ലസ് 0.125. നമുക്ക് ദശാംശം കറക്റ്റ് ആക്കുന്നതിന് വേണ്ടത്ര 0 ഒക്കെ ഇട്ട് ചെയ്യാം. 0 ആഡ് ചെയ്യാം. അപ്പോൾ 5 7 8 0.875. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/16 2/3 മടങ്ങ് എത്ര? 1/16 × 2/3. 2 കൊണ്ട് 16 വെട്ടിക്കളഞ്ഞു 8. അപ്പോൾ 1/24. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ 1/24 ആണ് കറക്റ്റ് ആൻസർ. ഇൻഡേ എന്നാൽ ഇൻറ്റു ആണ് നമുക്ക് അവിടെ ഇട്ട് ചെയ്യേണ്ടത് ക്രിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 213 ഹോൾ പവർ 8 സാധാരണ രൂപത്തിൽ എഴുതുമ്പോൾ ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേത് എന്നതാണ് ചോദ്യം. ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കാണാൻ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയാവും. 3 3/1 3 പവർ 1 അവസാനിക്കുന്നത് 3-ലാണ്. 3 പവർ 2 അവസാനിക്കുന്നത് 9. 3 പവർ 3 അവസാനിക്കുന്നത് 27 അവസാനിക്കുന്നത് 7. 3 പവർ 4 81. അപ്പോൾ 1. ഇങ്ങനെ 4 സംഖ്യകൾ റൊട്ടേഷൻ ആയിട്ട് വരും. 4ൻ്റെ ഗുണിതങ്ങളായി വരുന്ന സംഖ്യകൾ പവറായിട്ട് വരുമ്പോൾ അവയെല്ലാം അവസാനിക്കുന്നത് 1-ലാണ്. 3/4 3/8 3/12 ഒക്കെ അവസാനിക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 1 ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ 213/8 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 1 ആണ്. ഓപ്ഷൻ എ 1 എന്നതാണ് ഉത്തരം. പരീക്ഷയ്ക്കായുള്ള എൻട്രൻസ് ക്ലാസുകൾ മാത്തമാറ്റിക്സ് ആരംഭിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ക്ലാസുകൾ ലഭ്യമാണ്. ഓൺലൈനായിട്ടാണ് ക്ലാസുകൾ ഉള്ളത്. ക്ലാസുകൾ ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ താഴെ കൊടുക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20 × 15 - 8 പ്ലസ് 120 ഹരിക്കണം 4 മൈനസ് 5 × 5 എത്രയാണ്? ബോർഡ് മാസ് റൂൾ അനുസരിച്ചാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ആദ്യം ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ളത്, പിന്നെ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഹരണം, ഗുണനം, സങ്കലനം, വ്യവകലനം ഈ ക്രമത്തിൽ ചെയ്യണം. ഇവിടെ ആദ്യം 20 × 15 - 8 7 പ്ലസ് 120 ഹരിക്കണം 4 30 മൈനസ് അടുത്ത 5 × 5 25. ഇനി 20 × 7 140 പ്ലസ് 30 - 25 5. അപ്പോൾ 140 + 5 145. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബോർഡ് മാസ് റൂൾ അനുസരിച്ചാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 72 km/മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തീവണ്ടി 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്ര? ഒരു മണിക്കൂറിൽ 72 കിലോമീറ്റർ. ഒരു മണിക്കൂർ എന്നാൽ 60 മിനിറ്റ്. 60 മിനിറ്റ് കൊണ്ട് 72 കിലോമീറ്റർ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 4 മിനിറ്റ് ആണ്. 60നെ 15 കൊണ്ട് ഹരിക്കാം. അപ്പോൾ നമുക്ക് 4 മിനിറ്റ് കിട്ടും.
ആയതുകൊണ്ട് 4 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം 72 ഹരിക്കണം 15. 15 4 60. നമുക്ക് മൈനസ് ചെയ്യാം. 12. 15 12ൽ പോവില്ല. ഒരു പോയിന്റ് ഇട്ട് 0 ചേർത്തി. 15 8 120. 4.8 കിലോമീറ്റർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ മാത്തമാറ്റിക്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നേരിട്ട് ലൈവ് ക്ലാസ്സുകൾ വേണ്ട കുട്ടികൾ നമ്മളെ വിളിക്കേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.